എല്ലാവർക്കും നമസ്കാരം. ബോട്ടിലിലേക്ക് ആദ്യം നമുക്ക് ബേസ് കോട്ട് അടിച്ചു കൊടുക്കാം. അതിനായിട്ട് ടാൽക്കം പൗഡർ, ഫെവിക്കോൾ, കുറച്ച് വെള്ളം ഇതൊഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വൈറ്റ് അക്രിലിക് പെയിൻറ്റ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് ബോട്ടിലിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 2 കോട്ട് അക്രിലിക് പെയിൻറ്റ് അടിച്ച് ഉണക്കി എടുത്തിരിക്കുന്ന ബോട്ടിലാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ഓറഞ്ച് കളറ് അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ഫ്ലവറാണ് ആദ്യം ചെയ്തെടുക്കുന്നത്. ഇതളുകൾ തിരിക്കാനായിട്ട് യെല്ലോ കളറും കൊടുക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ മുകൾ വശം പൂർത്തിയായി. ഇനി താഴെ ഗ്രീൻ കളർ അക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ഇതളുകൾ വരച്ചെടുക്കാം. ഇതളുകൾ തിരിക്കാനായിട്ട് യെല്ലോ കളറും ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്ത് വരച്ചെടുക്കാം. ഫ്ലവറിൻ്റെ 2 സൈഡും വരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബ്ലൂ കളറിൽ സെൻറ്ററിലായിട്ട് അശോക ചക്രം വരച്ചു കൊടുക്കാം.
ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റിൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ വരച്ചെടുക്കാം. ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്ത് ഓറഞ്ച് കളർ അക്രിലിക് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൽ വൈറ്റ് കളറും കൂടി ചെയ്തെടുക്കാം. വൈറ്റ് കളറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് എങ്കിലും ഒരു കോട്ടും കൂടി പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി ഗ്രീൻ കളറ് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും പച്ചവിരൽ ചാനലിൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ. നന്ദി, നമസ്കാരം.